നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നാട്ടിക സ്വദേശിനി ആൻസി സോജൻ ചരിത്രം കുറിച്ചു. 22 വർഷം പഴക്കമുള്ള അഞ്ജു ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് തകർന്നു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 നിയോജക മണ്ഡലതല ഉദ്ഘാടനം പഴുവിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ വെച്ച് ഗീതാ ഗോപി എംഎൽഎ നിർവഹിച്ചു. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. വാർത്തകൾ വിശദമായി. തൃശൂർ നാട്ടിക സ്വദേശിനി ആൻസി സോജൻ ചരിത്രം കുറിച്ചു. 22 വർഷം പഴക്കമുള്ള അഞ്ജു ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് തകർന്നു. കേരളത്തിന്റെ അഭിമാനമായ തൃശൂർ നാട്ടിക സ്വദേശിനി ആൻസി സോജൻ ഭുവനേശ്വറിൽ നടന്ന അന്തർ സംസ്ഥാന ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ 6.83 മീറ്റർ ചാടി അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ചിരുന്ന 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡാണ് ആൻസി മറികടന്നത്. മത്സരത്തിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ 6.73 മീറ്റർ ചാടിയ ആൻസി 5ാം ശ്രമത്തിലാണ് റെക്കോർഡ് ദൂരമായ 6.88 മീറ്ററിലേക്ക് പറന്നിറങ്ങിയത്. ഈ മിന്നും പ്രകടനത്തോടെ ദേശീയ കിരീടവും ഏഷ്യൻ ഗെയിംസിലേക്കുള്ള യോഗ്യതയും ആൻസി സ്വന്തമാക്കി. നിരവധി വ്യക്തിപരമായ വെല്ലുവിളികളെയും കഠിന പരിശീലനത്തെയും അതിജീവിച്ചാണ് ഈ ചരിത്ര നേട്ടം ആൻസി സോജൻ കൈവരിച്ചത്. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. വെള്ളറക്കാട് പൊയ്യി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് മണിരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30 അക്കിക്കാവിൽ ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരണപ്പെട്ടത്. ഞായറാഴ്ച സുധീഷിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി അസ്ഥി പറക്കുന്ന ദിവസമായിരുന്നു. പുലർച്ചെ 4 മണിയോടെ തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ മൂക്കിൽ നിന്നും രക്തം വാർന്ന് തണുത്തു മരവിച്ച് ചലനമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മരത്തങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 നിയോജക മണ്ഡലതല ഉദ്ഘാടനം പഴുവിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ വെച്ച് ഗീതാ ഗോപി എംഎൽഎ നിർവഹിച്ചു. 15ാം വാർഡ് മെമ്പർ ഷീമ ആന്റണി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് കണ്ണോളി, നിത്യ ബിനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകല, ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് KC, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സോഫിയ ജോസ്, അക്ഷയ ആനന്ദ്, JPHN വാസുദേവൻ, PV, JHI ദിവ്യ, MLSP ആശാപ്രവർത്തകർ ബിന്ദു, ഷാജി എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. എടത്തുരുത്തി കൊപ്രകുളം വലിയ വീട്ടിൽ പോളിന്റെ വീട്ടിൽ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടിയാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പോളും കുടുംബവും വിദേശത്താണ്. ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടികളാണ് മോഷണം പോയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം നാട്ടിക എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജൻ സ്വാഗതമാശംസ യോഗത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിന്ധു സിദ്ധപ്രസാദ്, വാർഡ് മെമ്പർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിഷോർ, DMO പ്രതിനിധി TA ഹനീഷ് കുമാർ എന്നിവരും ആശംസകൾ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ, വളണ്ടിയർമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പാറളം ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ MLAയുടെ ഇടപെടൽ. പാർലം ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ നാട്ടിക MLA ഇടപെട്ടു. ജില്ലാ വികസന സമിതി യോഗത്തിനിടെ MLA ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പാർലത്ത് അടിയന്തര പ്രതിരോധ നടപടികൾ ഉറപ്പാക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ MLA
ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗവ്യാപനം തടയുന്നതിനായി പഞ്ചായത്തിലുടനീളം വ്യാപകമായ ഷിഗല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും MLA നിർദ്ദേശം നൽകി. നിലവിൽ രോഗബാധിതനായ വിദ്യാർത്ഥിയെ MLA ഫോണിൽ വിളിച്ച് ആരോഗ്യനില അന്വേഷിക്കുകയും ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്ത് അംഗം വനജ രാജൻ, മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ട് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ LBS ഉന്നതി നിവാസികൾ. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കാലഹരണപ്പെട്ട പ്രധാന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി കുടിവെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പിന്നീട് വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും LBS ഉന്നതി പ്രദേശത്ത് ഇതുവരെ കുടിവെള്ളം ലഭിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 40 ദിവസത്തിലേറെ ഒരു തുള്ളി കുടിവെള്ളം പോലും പൈപ്പിലൂടെ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും ടാങ്കർ ലോറികളിൽ എത്തിച്ചു നൽകുന്ന കുടിവെള്ളത്തെയാണ് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത്. പ്രശ്നം പലതവണ കേരള വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ സ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വെള്ളം വരുന്നത് കുറച്ച് ദൂരം തന്നെ വെള്ളം നമുക്ക് പഞ്ചായത്ത് വെള്ളം കൊണ്ടുതരുന്നത്. അവിടെ നിധിയിലെ നടന്നിട്ട് വേണം കിഴക്കേറ്റം വരെ വെള്ളം കൊണ്ടുപോകാൻ. ഈ ചെളിയിൽ നടന്നു പോയി അവിടെ എത്തി കഴിയുമ്പോൾ ആ വെള്ളം നമ്മളുടെ ദേഹത്തൊഴിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. കാരണം എന്തായാലും നമുക്കൊരു അറപ്പും വെറുപ്പുണ്ടാവുമല്ലോ ചെളിനോട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ മാത്രമല്ല ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്താം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തിഹീനമായൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായവർക്കായാലും എല്ലാവർക്കും അസുഖം ഒരുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 മാസം വേറെ വെള്ളം വന്നില്ല. നമുക്ക് ഈ വെള്ളം കൊണ്ടുള്ള ആശ്രയം ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുന്നു. കുടിവെള്ളം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഈ വെള്ളം പോയിട്ട് ഇത്ര നാളായി. ഇതിനൊരു പരിഹാരം നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇതിനിടെ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുടിവെള്ള വിതരണം കൂടുതൽ ദുരിതമാക്കുകയാണ്. മഴയെ തുടർന്ന് റോഡ് ചെളിക്കുളമായതിനാൽ ടാങ്കറിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം പാത്രങ്ങളിലാക്കി ചെളി നിറഞ്ഞ വഴിയിലൂടെ ചുമന്നാണ് വീടുകളിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്. വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വലിയ പ്രയാസമാണ്. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ കിണറുകളിലെ വെള്ളത്തിന് ചുമന്ന നിറമാണുള്ളത്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയും കുടിവെള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് LBS ഉന്നതി നിവാസികൾ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുന്നത്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചന്ദ്രാപിനി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് അധ്യക്ഷയായി. ഡോക്ടർ PC പ്രീതി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത മോഹൻദാസ്, PK ഹംസ, നസ്രീൻ ദിനേശ്, നീതു, ഡോക്ടർ ഹേമ മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം നടത്തി. അടുത്ത ക്യാമ്പ് നമ്മൾ കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ അവിടെയും ഒരു ക്യാമ്പ് പ്രദേശത്തുള്ള എടത്തിരുത്തി പ്രദേശത്തുള്ള സംഘടിപ്പിച്ചു. മറ്റൊന്ന് 5-ാം വാർഡ് 6-ാം വാർഡ് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ നമ്മൾ MH ഹോളിനോടനുബന്ധിച്ച് അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അവിടെ നിരവധിയായിട്ടുള്ള തൊഴിലാളികളുള്ള പ്രദേശം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരോഗ്യ രംഗത്ത് വേറെ
പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ കൈവരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സർക്കാരുകളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് കേരളത്തിന് ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് മാതൃകയാവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ദേശീയ പൾസ് പോളിയോ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ. ദേശീയ പൾസ് പോളിയോ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. കുട്ടികൾക്ക് കൃത്യമായി പ്രതിരോധ മരുന്ന് നൽകുന്നതിലൂടെ ശക്തമായ ഒരു സാമൂഹിക പ്രതിരോധം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് അഭിപ്രായപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശിഷ്ടാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ മക്കൾക്ക് തുള്ളിമരുന്ന് നൽകിക്കൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. രോഗങ്ങൾക്കെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണം, സമയബന്ധിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാടിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാള സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും നടപടികൾ സർക്കാർ തലത്തിൽ വേഗത്തിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാട്ടിക്കര കുന്ന് കുടിവെള്ള പദ്ധതി നിർമ്മാണോദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന മാള ഗ്രാമപഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന് പ്രദേശവാസികൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കായിക യുവജന ക്ഷേമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. നിയോജകമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമമാണെന്ന്, ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജല അതോറിറ്റി മാള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബു പദ്ധതി വിശദീകരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 54.31 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. കേരള വാട്ടർ അതോറിറ്റി ഇരിഞ്ഞാലക്കുട ഡിവിഷന്റെ സാങ്കേതിക അനുമതിയോടെ വാട്ടർ അതോറിറ്റി തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 9 മാസത്തിനകം പണി പൂർത്തിയാക്കി തുടർ നടത്തിപ്പിനായി പദ്ധതി ഗുണഭോക്തൃ സമിതിക്ക് കൈമാറുകയാണ് ലക്ഷ്യം. 54 ലക്ഷം രൂപ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് വന്നത്. വേദിയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർഷിപ്പിൽ ശോഭന ഗോപിനാഥിന് പേര് പറഞ്ഞപ്പോൾ തന്നെ അതിനുള്ള വലിയ കൈകളിലൂടി അവരുടെ എല്ലാ പ്രവർത്തനത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. അത്രയും രണ്ടാമത് ഈ കൃഷ്ണ മെമ്പറായി കാവ്യരാജ്യത്തൊരു 15 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്തിന്റെ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അരിമ്പൂർ വെളുത്തൂരിൽ യുവാവ് എലിപ്പനി ബാധിച്ച് മരിച്ചു. കുണ്ടിൽ അയ്യപ്പൻകുട്ടി മകൻ 36 വയസ്സുള്ള വൈശാഖാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. എലിപ്പനി മൂലം തിങ്കൾ മുതൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയാണ് വൈശാഖ്. വെളുത്തൂർ മുനയത്താണ് താമസം. പാവറട്ടി മരുതയൂരിൽ കുറുനരി ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. കോഞ്ചൻ വീട്ടിൽ ശോഭന, വടാശ്ശേരി വീട്ടിൽ രമണി, തങ്കമണി, അമ്പാടി വീട്ടിൽ സുമതി, അമ്പാടി അനിൽ, കരിമ്പുള്ളി രമ, 2 അതിഥി തൊഴിലാളികൾ എന്നിവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനുള്ളിലേക്ക് ഓടിക്കയറിയാണ് കുറുനരി ആക്രമിച്ചത്. 4 പട്ടികൾക്കും വളർത്തുനായകൾക്കും കടിയേറ്റിട്ടുണ്ട്. നാട്ടുകാർക്ക് സംരക്ഷണം ഒരുക്കണമെന്നും വന്യജീവികളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളായ MK അനിൽകുമാർ, സരിത രാജീവ് എന്നിവർ പഞ്ചായത്ത്, പോലീസ്, വനം വകുപ്പ്, ആരോഗ്യ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. അപകട സമയത്ത് ബേക്കറിയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന പാരഡൈസ് ബസ് മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാനിന്റെ പുറകിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബേക്കറിക്കുള്ളിലെ ഫർണിച്ചറുകൾക്കും സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് 16 മാസം അബോധാവസ്ഥയിലായിരുന്ന വയോധികൻ മരിച്ചു. ആമ്പല്ലൂർ തെക്കോട്ട് വീട്ടിൽ 70 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. 2025 ഫെബ്രുവരി 10 അളകപ്പ മില്ലിന് സമീപം രാധാകൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. തലക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഏറെക്കാലം ആശുപത്രികളിലും പിന്നീട് വീട്ടിലുമായി ചികിത്സയിലായിരുന്നു. അളകപ്പ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നാട്ടിക സ്വദേശിനി ആൻസി സോജൻ ചരിത്രം കുറിച്ചു. 22 വർഷം പഴക്കമുള്ള അഞ്ജു ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് തകർന്നു.
പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 നിയോജക മണ്ഡലതല ഉദ്ഘാടനം പഴുവിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ വെച്ച് ഗീതാ ഗോപി എംഎൽഎ നിർവഹിച്ചു. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.